വാർത്താ സമ്മേളനം ഉടൻ തുടങ്ങും. അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ശ്രീകാന്ത് ഒരു വിവരം നൽകുന്നത് 4 ലോഹവസ്തുക്കൾ കണ്ടെത്തിയെന്ന് ഇന്ദ്രബാലൻ നേതൃത്വം അദ്ദേഹം ഈ ഈ ഡ്രോൺ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ അറിയിക്കുന്നുണ്ട്. അതിൽ ടാങ്കറുണ്ട്, ഭാരത് ബെൻസ് ഉണ്ട്, ടവറുണ്ട്. അപ്പോൾ 3 വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്നത്. വളരെ പ്രധാനപ്പെട്ടതുമാണത്. അതിൽ അർജുൻ ഓടിച്ച വാഹനത്തിൻ്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ അത് തന്നെ കണ്ടെത്തിയെന്ന് ഈ ഡ്രോൺ പരിശോധനയിലൂടെ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ഒരു ടാങ്കറും ഇതിന് സമീപത്തുണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 3 ഭാഗങ്ങൾ, 3 ലോഹ വസ്തുക്കൾ. അത് ഒന്ന് ഭാരത് ബെൻസ് ആണ്, അത് അർജുൻ ഓടിച്ച വാഹനമാണ്. മറ്റൊന്ന് നേരത്തെ അവിടെ നിന്ന് കാണാതായ ഒരു ടാങ്കറാണ്, ഈ അപകടത്തിൽപ്പെട്ടത് തന്നെയാണ്. മറ്റൊന്ന് ടവറാണ്, ആ തീരത്ത് ഉണ്ടായിരുന്ന ഒരു ടവറിൻ്റെ ഒരു ഭാഗം മാത്രം ആ കരയിൽ നമ്മൾ കാണുന്നുണ്ടായിരുന്നു പലപ്പോഴും ദൃശ്യങ്ങളിൽ. അതിൻ്റെ ബാക്കിയാണ് ഇത് നദിയിലേക്ക് പതിച്ചത്. നദിയിൽ 500 മീറ്റർ താഴെ ഒരു തടി കണ്ടെത്തി എന്നാണ് വേറൊരു വിവരം കൂടി വരുന്നത്. അപ്പോൾ ഈ വാഹനത്തിൽ, അതായത് ഭാരത് ബെൻസിൽ അർജുൻ ഓടിച്ച വാഹനത്തിലുണ്ടായിരുന്ന തടിക്കൂട്ടങ്ങളിൽ കുറച്ചൊഴുകിപ്പോയി, മറ്റ് ചിലത് നദിയുടെ അടിത്തട്ടിൽ തന്നെ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. തടിയും ട്രക്കും വേർപെട്ട നിലയിലാണ്. അപ്പോൾ ഈ തടി ഈ ട്രക്കിൽ ഉറപ്പിച്ച് കെട്ടിയ നിലയിലായിരുന്നു. അത് വേർപെട്ടിട്ടുണ്ട് എന്നത് നേരത്തെ തന്നെ നമ്മൾ അത് വ്യക്തമാക്കിയതാണ്. കാരണം അതിൻ്റെ ചില ഭാഗങ്ങൾ വളരെ കിലോമീറ്റർ ദൂരെ ചില ആളുകൾക്ക് ലഭിക്കുകയും അത് അവർ അവിടെ ശേഖരിക്കുക വയ്ക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ തടിയും ട്രക്കും വേർപെട്ട നിലയിലാണ്. നദിയുടെ 500 മീറ്റർ താഴെ തടിയുടെ മറ്റൊരു കൂട്ടം കൂടി കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഈ ചെളി, മണ്ണ് നിറഞ്ഞ ഭാഗത്തത് ആഴ്ന്നിറങ്ങിയിട്ടുണ്ടാകാം എന്ന് വേണം കരുതാൻ. അപ്പോൾ വിവരങ്ങൾ ഇന്ന് പലതും ലഭിച്ചിട്ടുണ്ട്. അതിനെ ക്രോഡീകരിച്ച് വെച്ചാൽ 4 ലോഹവസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിലൊന്ന് ടാങ്കർ, നമുക്കറിയാം ഇവിടെ നിന്ന് കാണാതായി എന്ന് നേരത്തെ പറഞ്ഞ ടാങ്കർ. പിന്നെ അർജുൻ ഓടിച്ച ഭാരത് ബെൻസ്, ഈ മണ്ണിടിച്ചിൽ മേഖലയിൽ ഉണ്ടായിരുന്ന ഒരു ടവർ, അതിൻ്റെ ഭാഗങ്ങൾ, അത് 3ഉം കണ്ടെത്തിയിട്ടുണ്ട്. 3 ലോഹവസ്തുക്കൾ എന്ന് പറഞ്ഞത് ഇത് തന്നെയാണ്. നദിയിൽ 500 മീറ്റർ താഴ്ചയിൽ തടിക്കെട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അത് അർജുൻ ഓടിച്ച വാഹനത്തിൽ ഉണ്ടായിരുന്ന തടി ലോഡ് തന്നെയാണ്, അതിൻ്റെ ഭാഗം തന്നെയാണ്. ആ തടിയും ട്രക്കും വേർപെട്ട നിലയിലാണ് എന്നുകൂടി ഇപ്പോൾ ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇന്നത്തെ ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. സ്ഥിരീകരിച്ച വിവരങ്ങൾ തന്നെയാണ്. അത് ഔദ്യോഗികമായി ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലനാണ് സ്ഥിരീകരിക്കുന്നത്. ദുരന്ത സ്ഥലത്ത് നിന്ന് അല്പം താഴെയായി ട്രക്കിൻ്റെ ക്യാബിൻ ഉണ്ട് എന്ന് കരുതുന്നു. അതായത് അവിടെ നിന്ന് കാണാതെ പോയൊരു ഈ ട്രക്കിൻ്റെ ക്യാബിൻ, അതായത് അർജുൻ ഓടിച്ച വാഹനത്തിലെ ട്രക്കിൻ്റെ ക്യാബിൻ അതിന് താഴെയുണ്ട് എന്നാണ് കരുതുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഇനി തേടേണ്ടത്, ശേഖരിക്കേണ്ടത്. വാർത്താ സമ്മേളനത്തിൽ അതിൻ്റെ വിവരങ്ങൾ വരും എന്ന് കരുതുന്നു. ഹാഷ്മി താജ് ഇബ്രാഹിം വിവരങ്ങൾ നൽകും. ഹാഷ്മി, വാർത്താ സമ്മേളനത്തിന് മുമ്പ് തന്നെ ചില വിവരങ്ങൾ, ചില സൂചനകളുണ്ട്. 4 ലോഹവസ്തുക്കൾ, ടാങ്കർ, ഭാരത് ബെൻസ്, നദിക്കരയിലെ ടവർ, താഴെ തടിക്കഷ്ണം, തടിയും ട്രക്കും വേർപെട്ടു, ദുരന്ത സ്ഥലത്തു നിന്നും മാറി താഴെയായി ട്രക്ക്, അതിൻ്റെ ക്യാബിൻ ഉണ്ടെന്നാണ് കരുതുന്നത്. ഇന്നത്തെ പരിശോധന ആ നിലയ്ക്ക് നിർണായകം തന്നെയായിരുന്നു അല്ലേ? വിജയകുമാർ, സൂചനകളല്ല, ഇത് കർണാടക മീഡിയയോട് ബ്രീഫ് ചെയ്യുകയാണ് ഈ ടീം. ദൗത്യസംഘം, ഇന്ദ്രപാലനടക്കമുള്ള ദൗത്യസംഘം കർണാടക മീഡിയയോട് ബ്രീഫ് ചെയ്യുകയാണ്. അതിനുശേഷം മലയാളം മീഡിയയോട് സംസാരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ദൗത്യസംഘം ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഞങ്ങളുടെ കൂടുതൽ ആളുകളുണ്ട്, നിങ്ങൾ ഞങ്ങളൊന്നും പറയുന്നില്ല എന്നൊരു പരിഭവം പോലെ കർണാടക മീഡിയ പറഞ്ഞു. അതിനെ തുടർന്ന് ദൗത്യസംഘം, നമ്മുടെ MLA അടക്കമുള്ളവർ അവിടെ നിന്ന്, കാർവാർ SP അടക്കമുള്ളവർ, കാർവാർ MLA അടക്കമുള്ളവർ, ഇന്ദ്രപാലൻ അടക്കമുള്ളവർ, ജില്ലാ കളക്ടർ അടക്കമുള്ള കർണാടക മീഡിയയോട് ഇപ്പോൾ ബ്രീഫ് ചെയ്യുകയാണ്. അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ്. ഉറപ്പായും കൃത്യമായ വിവരങ്ങൾ തന്നെയാണ്, ഇത് സ്ഥിരീകരിച്ച വിവരങ്ങളാണ്. ഏതെങ്കിലും തരത്തിലുള്ള അഭ്യൂഹങ്ങളുടെ അടിസ്ഥാനത്തിൽ സൂചനകൾ പറയുന്നതല്ല. ഇന്ദ്രപാലൻ പറയുന്നത് തന്നെയാണ് ഈ കാര്യങ്ങൾ. ഇപ്പോഴും നമുക്ക് എവിടെയാണ് നമ്മുടെ അർജുൻ എന്ന കാര്യം അറിയില്ല എന്ന കാര്യം കൃത്യമായി തന്നെ പറയുന്നു. നമ്മൾ രാവിലെ കൊടുത്തുകൊണ്ടിരുന്ന വിവരങ്ങൾ അത് സ്ഥിരീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇന്ന് പറഞ്ഞ വിവരങ്ങൾ പറയുന്നു. ഈ തടിക്കഷ്ടം തടിയും ലോറിയുമായി വേർപെട്ട കാര്യം പറയുന്നു. നമ്മളാണ് വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. ഒരു തടിക്കഷ്ടം കണ്ടെത്തിയ കാര്യം സ്ഥിരീകരിക്കുന്നത് മനാഫിന്റെ സഹോദരൻ, അതും ശരിവെക്കുകയാണ്. തടിയും ലോറിയും വേർപെട്ടു. ഈ 4 വലിയ ലോഹ വസ്തുക്കൾ, ഇടയ്ക്ക് ഈ 3 സ്പോട്ടുകൾ എന്ന് പറഞ്ഞപ്പോൾ ഈ വാഹനം 3ആയി വേർപെട്ടതാണോ എന്നൊരു സംശയം പ്രകടിപ്പിച്ചു. അങ്ങനെ എല്ലാ വാഹനം 3ആയി വേർപെട്ടതല്ല. 4
4 സ്പോട്ടുകൾ 4 ലോഹ വസ്തുക്കളാണ്. അതിൽ ഈ ടവറിന്റെ ഒരു ഭാഗം കൂടി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. നേരത്തെ ഗ്യാസ് ടാങ്കറിന്റെ ഷാഫിയും അതിന്റെ ഒരു ക്യാബിനും ഒക്കെ നദിക്കരയിലുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഒരുപക്ഷെ ചോദ്യങ്ങളിലാണ് വ്യക്തമാവുക. എന്തായാലും ഇന്നത്തെ ദൗത്യം ഏതാണ്ട് ഓൾമോസ്റ്റ് ഡൺ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതിനെ തുടർന്നാണ് ദൗത്യ സംഘത്തിന്റെ വാർത്താ സമ്മേളനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം മലയാളം മീഡിയയോട് സംസാരിക്കും ഈ ദൗത്യ സംഘം. കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് ആ വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ ചോദിക്കാമെന്നാണ് കഴിഞ്ഞത്. ഇത് എക്സ്ക്ലൂസീവ് ഫോർ കന്നഡ മീഡിയക്ക് അദ്ദേഹം സംസാരിക്കുകയാണ്. ഇപ്പൊ ഇന്ദ്രപാലൻ അദ്ദേഹം ഹിന്ദിയിൽ സംസാരിക്കുന്നതുകൊണ്ട് നമുക്കത് മനസ്സിലാവുന്ന കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനുശേഷം ഒരുപക്ഷെ ഈ ദൗത്യ സംഘത്തിലെ ബാക്കി അംഗങ്ങളും കന്നഡയിൽ അവരുടെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമായിരിക്കും നമ്മളിലേക്ക് അവർ എത്തുക. എന്തായാലും ഇന്ന് കാണുന്ന നിർണായകമായ പരിശോധനകൾ ഈ ഡ്രോൺ കേന്ദ്രീകരിച്ചുള്ള പരിശോധന തന്നെയായിരുന്നു. ആ പരിശോധനയുടെ വിവരങ്ങൾ ഇന്ദ്രപാലൻ തന്നെ കൃത്യമായി തന്നെ എന്തൊക്കെയാണ് കണ്ടെത്തിയത്